ഈ ആന വേണ്ട എന്നൊരു തീരുമാനം ആദ്യം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമാണ്. കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ മാത്രമാണ് കമ്മിറ്റിയിൽ പറഞ്ഞത്, ബാക്കി എല്ലാവരും എതിർത്തു. ഭൂരിപക്ഷ അഭിപ്രായം അതിന് എതിർത്തു. ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ആന വേണമെന്നും, കാരണം ഇത് പരമ്പരാഗതമായിട്ട് തുടർന്ന് വരുന്നതാണല്ലോ, അതുകൊണ്ട് ആന വേണം എന്നുള്ളൊരു ചർച്ച ഭൂരിപക്ഷം വന്നു. അതുകൊണ്ടാണ് ആനയെ കുറച്ചത്. അതിന് നമ്മൾ ആന കുറയും. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാൽ 6 ആന വരെ എഴുന്നള്ളിച്ച ഒരു അമ്പലത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പരമാവധി 2 ആനയിലേക്ക് കുറച്ചു. 4 ആനയ്ക്ക് നമുക്ക് പെർമിഷൻ കിട്ടിയിരുന്നു. 4 ആനയ്ക്ക് പെർമിഷൻ കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ 2 ആനയിലേക്ക് ഒതുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം കണ്ടാൽ അറിയാം, ചുരുങ്ങിയ ഒരു 60 മീറ്ററെങ്കിലും ക്ഷേത്രമുറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് കണ്ടറിയാം. അവിടെ വെറും 2 ആന മാത്രമാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത്. 6 ആന വരെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യമുണ്ട്. 4 ആനയുടെ പെർമിഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പരമാവധി, അതായത് പൂർണ്ണമായും നമ്മൾ അതിന്റെ എല്ലാവിധ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയത്. ഇനി എവിടെ എന്തെങ്കിലും ഒരു വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൽ കൂടി അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം കണ്ടെത്തുമല്ലോ. അപ്പൊ എന്താണ് ഉള്ള കാര്യം നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഞങ്ങൾ വലുതായിട്ട് വലിയ ഇത് നടത്തും അതിന്റെ ഭാഗമായിട്ട്. കാരണം ഈ തന്ത്രസംഹിതയിൽ ഞങ്ങളിപ്പോൾ മേശാന്തിയോട് സംസാരിച്ചു. മേശാന്തി തന്നെ പറഞ്ഞു എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. കാരണം രഥവും ആവാം അല്ലെങ്കിൽ തേരുമാകാം എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ തന്ത്രസംഹിതയിൽ അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, തന്ത്രസംഹിതയിൽ വാഹനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിൽ ഇന്ന വാഹനം വേണമെന്ന് പറയുന്നില്ല, ആന വേണമെന്ന് പറയുന്നില്ല. ദേവന് സഞ്ചരിക്കാൻ പറ്റുന്നൊരു വാഹനം, അത് രഥവുമാവാം തേരുമാകാം, അല്ലാതെ ആന എന്ന പദം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ഭീകരമായ ദുരന്തത്തെ കൂടി അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ആന ഒഴിവാക്കുന്നതിലേക്ക് നമ്മളൊരു ആന ഒഴിവാക്കുന്നതിലേക്ക് നമുക്ക് വലിയൊരു ചർച്ച, പൊതുജനങ്ങളെ ആദ്യം നമ്മൾ ബോധവൽക്കരിക്കണമല്ലോ. അല്ലാതെ വിശ്വാസികളെ ബോധവൽക്കരിക്കാതെ നമുക്ക് ഒന്നും നടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.